മരിക്കും വരെ MLA ആകണമെന്ന ആഗ്രഹം നടക്കാത്തതുകൊണ്ടാണ് ജി സുധാകരൻ പാർട്ടി വിട്ടതെന്ന് എ വിജയരാഘവൻ കുറ്റപ്പെടുത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉദ്ധരിച്ച് ഒരാൾ വലതുപക്ഷത്തേക്ക് പോകുന്നത്. ജി സുധാകരൻ തെറ്റായ വഴിക്ക് പോകുന്നു എന്ന് തോന്നിയപ്പോൾ മുഖ്യമന്ത്രി 3 തവണ വിളിച്ചുവെന്നും വിജയരാഘവൻ പറഞ്ഞു. ഉള്ളിൽ വിരോധം പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടിയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ പാർട്ടിയെ തകർക്കാൻ കേരളത്തിൽ ശ്രമിക്കുന്ന ശക്തികൾക്കൊപ്പം നിന്ന് ഹീനപ്രവർത്തനം നടത്തിയ ഒരനുഭവം. എപ്പോഴെങ്കിലും ഈ ജനവിരുദ്ധ സ്വതന്ത്രം ഇതൊരു പേരുണ്ട്. അതൊക്കെ അതിസൂത്രക്കാരനാണ് വിചാരം. ജനകീയ സ്വതന്ത്രൻ എന്ന് പേരിട്ടാൽ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല എന്ന അതിബുദ്ധിയാണ് കയ്യിലുള്ളതെങ്കിൽ വോട്ടെണ്ണുമ്പോൾ മനസ്സിലായിക്കോളും. അതെങ്ങനെയാണ്? മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ ആ വിളി കണ്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഫോണൊന്ന് വിളിച്ചത് ഇദ്ദേഹം കണ്ടില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, എന്താ പോയി കാണാനത് വേറൊന്നുമില്ല. അദ്ദേഹം പ്രതീക്ഷിക്കുന്ന കോള് VD സതീശന്റെ KC വേണുഗോപാലിന്റെയാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഫോണുണ്ടോ തിരിച്ചറിയോ? ഇല്ല. കാരണം മനസ്സിന് വിചാരിച്ചിരിക്കുന്നത് മറ്റേ ടെലിഫോൺ കോളല്ലേ. ആ ടെലിഫോൺ കോള് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്ക് ഈ ടെലിഫോൺ കോള് നമ്പർ വന്നാൽ തന്നെ മനസ്സിലാക്കുക, തിരിച്ചിട്ട് വിളിക്കൂല, എടുക്കൂല.